മഹാബലിപുരത്തെ ഒരു സ്റ്റോൺ ശില്പം കാണാനായിട്ടാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇന്ത്യക്കാർക്ക് 40 രൂപയും ഫോറിനേഴ്സിന് 600 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ പോകുന്നത് ബട്ടർ ബോളിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ബട്ടർ ബോളിൻ്റെ താഴെയായിട്ട് ധാരാളം ആളുകൾ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ബട്ടർ ബോൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തായാലും പല്ലവന്മാരുടെ കാലത്തായാലും ശരി, വളരെയധികം പ്രയത്നങ്ങൾ ഈ ഒരു കല്ലിനെ താഴേക്ക് ഉയർത്താനായിട്ട് പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബട്ടർ ബോൾ വളരെ അതിശയമായിട്ട് നിൽക്കുന്നത്. ഒരു പാറക്കല്ലിൻ്റെ സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു കല്ല് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു അതിശയം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. ബട്ടർ ബോൾ കണ്ടതിന് ശേഷം നമ്മൾ സമീപത്തുള്ള മറ്റ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ ധാരാളം കൊത്തുപണികളുണ്ട്. അപ്പോൾ വലിയ പാറകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെയൊക്കെ പോയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടാനായിട്ട്. പാറയിൽ കൊത്തിയ ഈ ക്ഷേത്രങ്ങൾ പല്ലവ രാജാവായ പരമേശ്വരവർമ്മൻ ഒന്നാമൻ്റെ കാലങ്ങളിൽ നിന്നുള്ളവയാണ്. ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രവേശന കവാടത്തിന് മുന്നിലായി കാവൽ നിൽക്കുന്ന ജോഡി ദ്വാരപാലകരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവർക്കായി സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുമാണിത്. ക്ഷേത്രത്തിന് സമീപത്തായി പടികൾ കൊത്തിയ ഒരു ജലസംഭരണിയും കാണാവുന്നതാണ്. ധാരാളം ടൂറിസ്റ്റുകൾ നിരന്തരം വന്നു ചേരുന്ന ഒരിടം കൂടിയാണിതെന്ന് പറയണം. വളരെ വൃത്തിയോടെ പരിപാലിക്കപ്പെടുന്ന ഈ ഒരു ഇടത്തിലൂടെ നമ്മൾ നടന്നു ചെന്നെത്തിയിരിക്കുന്നത് ധാരാളം ആനകളും കുരങ്ങും മയിലും അടങ്ങിയ മറ്റൊരു ശില്പത്തിനടുത്തേക്കാണ്. വളരെ മനോഹരമായി തന്നെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുകളിലെ ക്ഷേത്രത്തിനടുത്തേക്ക് നടക്കുകയാണ്. ഇവിടെ പാറയുടെ മുകളിലായിട്ട് ധാരാളം പനകളും മരങ്ങളൊക്കെ വളർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ത്രീവാതിൽ കാവൽക്കാരെ കൊത്തിയിട്ടുള്ള കൊടിക്കൽ മണ്ഡപം ദുർഗാദേവിക്കായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പൊള്ളുന്നൊരു വെയിലത്താണ് ഇപ്പോൾ ഏകദേശം ഞങ്ങളിവിടെ കാണുന്നത്. ബട്ടർ ബോളിന് പിറകുവശത്തെ കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കുന്നിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ വലിയ പാറക്കല്ലുകൾ ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നെത്തിയപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സിംഹത്തിൻ്റെ ഒരു സ്കൾപ്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വനവാസകാലത്ത് പാണ്ഡവ സഹോദരിൽ മൂത്തവനായ ധർമ്മരാജൻ ഈ ഒരു സിംഹാസനം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നതിനാലാണ് ഇതിനെ ധർമ്മരാജ സിംഹാസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലെത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ മീൻസ് ഇവിടെ പഴയ കാലത്ത് വല്ല ശില്പങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ അന്ന് വെള്ളം ശേഖരിച്ച് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയതാവാം. തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. നമ്മളിപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ദ്രൗപദി ബാത്തിലേക്കാണ്. സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കയറണം. കാരണം ചെറിയ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവർക്ക് കുളിക്കാനോ മറ്റോ ഉള്ള വെള്ളം കെട്ടി നിർത്തിയതാവാം. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത്. പാറ ചതുരാകൃതിയിൽ മുറിച്ചെടുത്ത് ഒരു കുളിക്കടവ് പോലുള്ള ഒരു കുഴി രൂപപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ഇതിനെ ദ്രൗപദി ബാത്ത് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് റോയാ ഗോപുരത്തിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ധാരാളം പണിക്കാരും കച്ചവടക്കാരൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു മലയുടെ മുകളിൽ തന്നെയാണ്, പരമാവധി മുകളിലായിട്ട് തന്നെയാണ് ഈ റോയാ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാനൈറ്റ് കല്ലുകൾ മനോഹരമായി കട്ട് ചെയ്തെടുത്ത് നിർമ്മിച്ച ഈ ഒരു നിർമ്മിതി വിജയനഗര കാലഘട്ടത്തിലേതായിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. അപൂർണമായ ഈ ഒരു ഗോപുരത്തിൻ്റെ വാതിൽപ്പടിയിൽ മനോഹരമായ ശില്പപ്രതിനിധാനങ്ങൾ കാണാനായി സാധിക്കുന്നതാണ്. ഗ്രാനൈറ്റ് കൽപ്പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് വഴി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇപ്പോൾ റോയാ ഗോപുരത്തിൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് വരികയാണ്. പക്ഷേ അത് പൂർത്തിയായിട്ടില്ല അതിൻ്റെ വർക്ക്. റോയാ ഗോപുരം കണ്ടുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് വരാഹ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ്.
മനോഹരമായ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഈ ഒരു ടെമ്പിളിൽ നമ്മൾ നേരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗയുടെ ഒരു പാനലാണത്. കൂടാതെ വിഷ്ണു ത്രിവിക്രമനായി മാറുന്ന മറ്റൊരു പാനലുമാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗജലക്ഷ്മി പാനലാണിത്. ഗുഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പമായ വരാഹം ഭൂമിദേവിയെ കടലിൽ നിന്നും ഉയർത്തുന്ന രൂപമാണ് ഇവിടെ കൊത്തിയിരിക്കുന്നത്. വരാഹ ഗുഹാക്ഷേത്രത്തിൻ്റെ എല്ലാ കൊത്തുപണികളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ നേരെ പോകുന്നത് രാമാനുജ മണ്ഡപത്തിനടുത്തേക്കാണ്. കിഴക്കോട്ട് ദർശനമുള്ള ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ നീളം 24 അടിയാണ്. വിജയനഗര കാലഘട്ടത്തിൽ വൈഷ്ണവ അധിനിവേശക്കാർ ഇത് ഏറ്റെടുക്കുകയും വലിയ അളവിൽ പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ കച്ചവടക്കാരെല്ലാം കാണാനായി സാധിക്കുന്നുണ്ട്. കുപ്പിവെള്ളവും മറ്റു മാലയും എല്ലാം ആയിട്ടാണ് ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. ചെറിയൊരു തണലെല്ലാം ലഭിക്കുന്ന വഴിയിലൂടെ നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് മഹാബലിപുരം ലൈറ്റ് ഹൗസിനരികിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടർ ലൈറ്റ് ഹൗസിന് ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ടിക്കറ്റ് തരുന്നത് ഒരു അമ്മച്ചിയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ ലൈറ്റ് ഹൗസിൽ കയറാനായിട്ട് 10 രൂപയാണ് ചാർജ്. അധികം വീതിയൊന്നും ഇല്ലാത്ത ചെറിയൊരു വഴിയാണ്. എൻ്റെ ഒരു ഷാഡോയാണ് അവിടെ കാണുന്നത്. കൂടാതെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്കിവിടെ ഈ ഒരു വിൻഡോയിലൂടെ കാണുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും മഹാബലിപുരത്തെ കടലും കെട്ടിടങ്ങളും ശില്പങ്ങളുമെല്ലാം പരമാവധി നോക്കിക്കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. നല്ല കാറ്റാണ് മുകളിലായിട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ദൃശ്യങ്ങളും ലൈറ്റും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. വിളക്കുമാടത്തിന് സമീപത്തായാണ് മഹിഷാസുരമർദിനി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. പടികൾ കയറി ചെന്നാൽ എരുമയുടെ തലയുള്ള മഹിഷാസുരനുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ദുർഗാദേവിയുടെ ശില്പമാണിത്. 3 ശ്രീകോവിലുകളുള്ള ഗുഹാഭിത്തികളിൽ നടുവിലേത് ശിവന്റേതാണ്. അനന്തശയന മുദ്രയിൽ ആദിശേഷൻ എന്ന സർപ്പത്തിൽ ചാരിയിരിക്കുന്ന വിഷ്ണുവിനെയും നമുക്കിവിടെ കാണാം. മഹാബലിപുരത്തുള്ള ഈശ്വര ടെമ്പിളിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു റോക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ പണിതിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു ടെമ്പിളിലേക്ക് കയറുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാലുള്ള സമാന്തരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഈശ്വര ടെമ്പിളിന് മുകളിൽ എത്തിയാൽ കാണാൻ സാധിക്കുന്നത്. ഈശ്വര ടെമ്പിളിലെ ശില്പങ്ങളെല്ലാം തന്നെ നമുക്ക് ദ്രവിച്ചിരിക്കുന്നതായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഉപ്പുകാറ്റ് അടിച്ചിട്ടാണ് ഈ ശില്പങ്ങളെല്ലാം ദ്രവിച്ച് തുടങ്ങിയിരിക്കുന്നത്. പല്ലവ രാജാവായ രാജസിംഹന്റെ അവസാന വർഷങ്ങളിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ പുറംഭിത്തി മാത്രമേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഈശ്വര ടെമ്പിളിന് ചുറ്റുഭാഗത്തുമുള്ള ശില്പങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഗണേശരഥ ടെമ്പിളിനടുത്തേക്കാണ്. അത്യന്തകാമ പല്ലവേശ്വരം എന്നറിയപ്പെടുന്ന ഈ ഏകശിലാ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഗണേശ പ്രതിമയായതിനാലാണ് ഗണേശരഥം എന്നും അറിയപ്പെടുന്നത്. തിരിച്ചു നടന്ന് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് ബട്ടർബോളിനടുത്തേക്ക് തന്നെയാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ബട്ടർബോളിനൊന്ന് ടച്ച് ചെയ്യുക എന്നത് വളരെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 6 മണി വരെ ഉള്ളൂ ഇവിടുത്തെ ടൈം. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് താളമേളങ്ങളോടെ വരുന്ന ഒരു ഘോഷയാത്രയാണ്. എന്തിനോടനുബന്ധിച്ച് ഘോഷയാത്രയാണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ നമ്മൾ വന്നെത്തിയിരിക്കുന്ന അർജുന പെയിന്റ്സിന്റെ മുന്നിലേക്കാണ്. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഒരുപാട് പോർട്രേറ്റുകൾ ഉണ്ട് ഇവിടെ. ഗ്രാനൈറ്റിൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്തതെല്ലാം തന്നെ നമുക്ക് റോഡ് സൈഡിൽ കാണാവുന്നതാണ്. ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. നല്ല തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. മഹാബലിപുരത്തെ കച്ചവട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് വേൽമുരുകൻ സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ട് ഷോപ്പിൻ്റെ മുന്നിലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ധാരാളം ശില്പങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതലും കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളാണ്.
instrument, ornament. That one is making. It's a very hard stone. This is a little soft. This is called Kadapa stone. It's a very soft stone. So soft stone is a making for very easy. So workmanship was good. Okay. But that is a very hard stone. Hard stone. Very hard stone. Okay. So not making for single small statues not available. So only for big statues only available. Okay. That's only used for temple purpose. Yes, temple purpose, but colleges, restaurants, Dhyana Mayam. So Buddha statues are our main thing. Dhyana Mayam. The VIP house also for decorated home. Okay. It's a garden. Some little porticos and Buddha statues. Dancing Vinayaka. Yes, this is for Orissa marble. This is for nature color. Not for that artificial colors. No, this is for nature color. Okay. Thank you. What's your name, please? I'm Devi, sir. Devi. Thank you, sir. Thank you so much. സ്കൾപ്ചേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാനതിലൊരു കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ കണ്ട എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.